എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജീവനെ കാണിച്ചുകൊണ്ടാണ് അവളാണെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡായിട്ടുള്ള മിന്നിനെയും അതേപോലെ തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സുമിനിയില്ലേ ഇവർ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവളുടെ പ്രശ്നമെല്ലാം തീരുമെന്ന് വിചാരിക്കും. അങ്ങനെ അവൾ ഒരു കോഫി ഷോപ്പിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു സംഭവം കാണും. അതായത് അവിടെയായിട്ട് 2 ടീ വെച്ചിട്ടുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോഴാണെങ്കിൽ ഒരു ലേഡി വന്നിട്ട് ഒരു കോഫി എടുത്തിട്ട് അങ്ങ് പോകും. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ വേറൊരാൾ വരും. അയാൾ വന്ന് നോക്കുമ്പോൾ അയാൾ ഓർഡർ ചെയ്ത സംഭവം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അയാൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. പെട്ടെന്ന് നമ്മളുടെ ജീവനാണെങ്കിൽ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതായത് നേരത്തെ വന്ന ആ ലേഡി ആണെങ്കിൽ അയാളുടെ കോഫി എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കോഫി അയാൾക്ക് തന്നെ കിട്ടിയാനെ. പക്ഷേ ഇപ്പം അയാൾക്ക് ആ കോഫി കിട്ടിയില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ കോഫി വേറെ ആരോ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് അവനിപ്പോൾ ആ കോഫി കിട്ടാഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവൻ വിചാരിക്കും, അതായത് എൻ്റെ ഫേറ്റിനെ വേറൊരാൾ ഉറപ്പായിട്ടും എടുത്തു കഴിഞ്ഞാൽ ആ ഫേറ്റ് എനിക്ക് ഒരിക്കലും വരത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ അവളാണെങ്കിൽ തിരിച്ച് ഓഫീസിലോട്ട് വരാനായിട്ട് ഒരുങ്ങുന്നത്. അവിടെയായിട്ട് നമ്മുടെ സുമിനെ കാണും. അവളാണെങ്കിൽ ഇവരുടെ മാനേജറായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഭയങ്കര കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുമായിരുന്നു. ഈ മാനേജറിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിം എന്നാണ് കേട്ടോ. അയാളാണെങ്കിൽ നമ്മുടെ സുമിൻ അയാളുടെ അടുത്ത് എന്ത് വന്ന് പറഞ്ഞാലും കണ്ണും കുട്ടിയങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുമിൻ കാണാൻ സുന്ദരിയല്ലേ. അപ്പോഴും നമ്മളുടെ ജീവനിരുന്ന് വിചാരിക്കും ഇവൾ എന്ത് വിചാരിച്ചാലും അവൾക്കത് പെട്ടെന്ന് കിട്ടും. അതിൻ്റെ കാരണം ഈ സൗന്ദര്യം തന്നെയാണ്. ഞാൻ എന്തായിരുന്നാലും ഇവളുടെ മുന്നിൽ ഇനി തോറ്റു കൊടുക്കാനൊരു ഉദ്ദേശവും ഇല്ലാതെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ലിഫ്റ്റിലായിട്ട് വന്ന് കയറും. ലിഫ്റ്റിൽ വന്ന് കയറി ലിഫ്റ്റ് അടയാനായിട്ട് വരുന്നതും കറക്റ്റായിട്ട് നമ്മുടെ ജയോപ്പുണ്ടല്ലോ അവനാണെങ്കിൽ അവിടേക്ക് കയറി വരും. അവനാണെങ്കിൽ ആ ലിഫ്റ്റിനകത്തുണ്ടായിരുന്നല്ലോ. ഈ മാനേജർ ആണെങ്കിൽ നമ്മുടെ ജീവനെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങും. അതായത് നിന്റെ വർക്ക് അത്ര നല്ലതല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജീവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഇനി മുതൽ ഞാൻ അവൻ്റെ പേര് ജയ എന്ന് പറയാൻ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാ പേരും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ലേ. അപ്പോൾ നമ്മുടെ ജയ ആണെങ്കിൽ ഇത് കേൾക്കുന്ന ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ വേഗം തന്നെ അവിടുത്തെ ആ ലിഫ്റ്റിലായിട്ട് നല്ലൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കും. അതായത് ഈ മാനേജറായിട്ടുള്ള കിം ആണെങ്കിൽ ഇങ്ങനെ ഒരാളെ കുറ്റം പറയുന്നതൊക്കെ നിർത്തണം എന്നുള്ള രീതിയിലാണ് അവൻ അവിടെ ഇങ്ങനെ ഒരു പ്രതികരണം കാണിച്ചത്. പെട്ടെന്ന് അവിടെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നതും എല്ലാവരും ഇറങ്ങിപ്പോവും. നമ്മുടെ ജീവോണാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുങ്ങുന്നതും ജയ അവളെ വിളിച്ചിട്ട് പറയും, നീ എവിടെ നിൽക്ക്, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന്. അങ്ങനെ 2 പേരും കൂടി ടെറസിൻ്റെ മുകളിലായിട്ട് വരും. എന്നിട്ട് ജയ ആണെങ്കിൽ നമ്മുടെ ജീവോൻ്റെ അടുത്ത് പറയും, പിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് എന്തിനാണെന്നറിയാവോ, അവിടെ ആ ലിഫ്റ്റിൽ വെച്ചിട്ട് ആ മാനേജർ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിനക്കിനിപ്പോൾ മനസ്സമാധാനമായിട്ട് ചായ കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. നീ ഇനിയിപ്പോൾ സമാധാനമായിട്ട് കോഫി കുടിക്കുക എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവൻ പറയും, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഈ ഓഫീസിൽ നിന്ന് ഒരിക്കലും റിസൈൻ ചെയ്ത് പോകത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് അവളുടെ കയ്യിരിക്കുന്ന നോട്ടുണ്ടല്ലോ അത് കാണിച്ചിട്ട് പറയും, ഇതെനിക്ക് എൻ്റെ അച്ഛനാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നതാ. ഇതിനകത്തായിട്ട് ഒരു ഹേർട്ടും ഉണ്ട്, അതെനിക്ക് അച്ഛൻ തന്ന ഗിഫ്റ്റാണ് എന്നൊക്കെ നമ്മുടെ ജീവൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ ഒന്ന് ഷോക്കാകും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ ജീവോണിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഈ വീക്കെൻഡിൽ ഫ്രീ ആണോ, നമുക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയാലോ. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ സുമിൻ അങ്ങ് ഇടയ്ക്ക് കയറി വരും. എന്നിട്ട് അവൾ പറയും, അതെ ആ വീക്കെൻഡിൽ എൻ്റെ ജീവോണിനെ കിട്ടത്തില്ല, ഞങ്ങളാണെങ്കിൽ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്തേക്കുക, ഞങ്ങൾക്കാണെങ്കിൽ ബാർബിക്യൂ റെസ്റ്റോറൻറ്റിൽ പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ സുമിൻ പറയും. ഇത് കേൾക്കുന്നതും നമ്മുടെ ജയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. സത്യത്തിൽ നമ്മുടെ ജീവോൺ ഉണ്ടല്ലോ അവളും ഈ ഒരു സംഭവത്തിനെ പറ്റി അങ്ങ് മറന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജയ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ ജീവനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കുന്നതാണ്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ബാർബിക്യൂ റെസ്റ്റോറൻറ്റില്ലേ അവിടെയായിട്ട് വിളിച്ചു ചോദിക്കും. അപ്പോൾ അവനൊരു കാര്യം പറയും, എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവോണും സുമിനും കൂടി ഏത് ബാർബിക്യൂ റെസ്റ്റോറൻറ്റിലാണോ പോകുന്നത് അവിടെയായിട്ട് ഇവരുടെ തന്നെ സ്കൂളിൻ്റെ റീയൂണിയൻ ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും, ജീവോണിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയണം, അവളെ പറ്റി നല്ലതുപോലെ തിരക്കണം എന്ന്. ഇവനിപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് പിന്നീടേ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജയുടെ ഓഫീസിലായിട്ട് ജീവൻ വരുന്നതാണ്. അവളിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ജയ്ക്ക് മരുന്നുമായിട്ടാണ്. അവളെ കാരണമല്ലേ ഇപ്പോൾ അവൻ്റെ കയ്യിൽ പരിക്ക് പറ്റിയേക്കുന്നത്. അങ്ങനെ അവളാണെങ്കിൽ അവിടെ മരുന്ന് വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല മരുന്ന് വേണ്ടത്, നിനക്കും മരുന്നിൻ്റെ ആവശ്യമുണ്ട്, നിൻ്റെ മുട്ടും ഇപ്പം മുറിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ജീവൻ പറയും, അതൊന്നും സാരമില്ല എന്ന്. അങ്ങനെ അവൾ തിരിച്ച് അവളുടെ ഓഫീസിലായിട്ട് വന്നിരിക്കുന്നത്. നമ്മളുടെ മിന്നാണെങ്കിൽ അവൾക്കിങ്ങനെ തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അവൻ ചോദിക്കും, നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തത്, നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റൻസ്
ഡിസ്റ്റൻസ് കാണിക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവൻ ഒരു കാര്യം ഓർമ്മ വരും. അതായത് ഇവളിങ്ങനെ ഡിസ്റ്റൻസ് കാണിച്ചെന്ന് വെച്ചിട്ടോ അവൾ ബ്രേക്കപ്പ് അറിഞ്ഞെന്ന് വെച്ചിട്ടോ ഒന്നും ഇവിടെ ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ആവണോ എന്നുണ്ടെങ്കിൽ മിന്നിൻ്റെ ലൈഫിൽ നമ്മുടെ സുമിൻ വന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾ പറയും ഓക്കെ വാ. അങ്ങനെ പെട്ടെന്ന് തന്നെ മിന്നാണെങ്കിൽ ഇവളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് എഴുന്നേക്കും. ഇതാണെങ്കിൽ അവിടെ ഇരിക്കുന്ന നമ്മളുടെ ജയ ഉണ്ടല്ലോ, അവൻ ശ്രദ്ധിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ജീവോണിൻ്റെ കൊളീഗായിട്ടുള്ള മെസ്സി എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്, അവരും ഇത് ശ്രദ്ധിക്കും. അങ്ങനെ നമ്മുടെ മിന്നും അതേപോലെ തന്നെ ജീവോണും കൂടി ഒരു റൂമിലായിട്ട് വന്ന് സംസാരിക്കാൻ ഒരുങ്ങും. അവിടെ മിന്നാണെങ്കിൽ നമ്മുടെ ജീവോണിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്താ സംസാരിക്കുന്നത്. അവൻ ചോദിക്കും നിന്റെ പ്രശ്നം എന്തുവാ എന്ന്. സത്യം പറയാൻ നീ ആണെങ്കിൽ ആ ജയിനെ കണ്ടതിന് ശേഷമാണല്ലോ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവൻ വിചാരിക്കും ഓഹോ അപ്പം നിന്റെ മനസ്സിൽ ഇതൊക്കെയാണല്ലേ. അപ്പോൾ അവളാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് പറയും അതെ ജയ എന്നെ നല്ലതുപോലെ കെയർ ചെയ്യുന്നത് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ റിലേഷൻഷിപ്പ് എന്ത് വേസ്റ്റാ എന്ന്. നീയാണെങ്കിൽ എന്നെ എല്ലാവരും മുന്നിൽ അങ്ങനെയൊക്കെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് മാറണമെന്ന. നീയാണെങ്കിൽ എല്ലാവരെയും മുന്നിൽ എന്നെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മളുടെ ജീവൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിന്നിന് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും പിന്നെ എന്താ എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ലേ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവൻ ഇങ്ങനൊരു പ്ലാൻ പറയുന്നത് തന്നെ ഇവൻ നല്ലതുപോലെ ബിഹേവ് ചെയ്താലല്ലേ സുമിനെ ഇവൻ ഇംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ടാണ് അവളിപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ ജീവനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവന് മനസ്സിലാവത്തില്ല അവൾ എങ്ങനെ ഇപ്പോൾ ഇവനെ തടയണോ എന്ന്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതും കറക്റ്റായിട്ട് ആ റൂമിലായിട്ട് നമ്മളുടെ മിസ് യാങ് ഇല്ലേ അവർ കയറി വരും. ഇവരെ കാണുന്ന നമ്മളുടെ മിൻ ഭയങ്കര ചമ്മിപ്പോയിട്ട് വേഗം തന്നെ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങും. അങ്ങനെ നമ്മളുടെ ജീവോണും അതേപോലെ തന്നെ മിസ് യാങ്ങും കൂടി തിരിച്ച് നടന്നു വരുവാണ്. അപ്പം മിസ് യാങ് ആണെങ്കിൽ നമ്മുടെ ജീവോൻ്റെ അടുത്ത് പറയും എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയണമെന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാനും എൻ്റെ ലൈഫിൽ ആദ്യം ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊന്നും ശരിയായിരുന്നില്ല എന്ന്. അതുകൊണ്ട് നീ എങ്കിലും സൂക്ഷിക്കണം. അനാവശ്യമായിട്ട് നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ദേഹത്ത് ആരും തൊടാൻ നീ സമ്മതിക്കരുത് എന്നൊക്കെ നമ്മളുടെ മിസ് യാങ് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവന് ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിൽ അവൾ ഇതുവരെയും ഇങ്ങനെ ഒരാൾ അവളുടെ ലൈഫിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല. എന്നാൽ ഇപ്പോഴാണ് അവൾക്ക് ചുറ്റിനുള്ള ആൾക്കാരെല്ലാം അവൾ കാണാൻ തുടങ്ങിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജീവനാണെങ്കിൽ ഓഫീസിൽ വന്നിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിനുണ്ടല്ലോ അവള് നമ്മുടെ ജീവൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിട്ട് നിൽക്കുന്ന പോലെ ചോദിക്കും നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവൻ പറയും ഇല്ല ഞാനിന്ന് ക്യാൻറ്റീനിൽ പോയാണ് ഫുഡ് കഴിക്കുന്നത്, എനിക്ക് അവിടുത്തെ ഫുഡ് മതിയെന്ന്. അപ്പോൾ നമ്മളുടെ സുമിനാണെങ്കിൽ പറയും അങ്ങനെയാണെങ്കിൽ ശരി ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന്. എന്നാൽ നമ്മളുടെ ജീവൻ പറയും ഇല്ല നിനക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നീ പുറത്ത് പോക്കോ, നീ ആണെങ്കിൽ മിന്നിനെയും കൂടി കൂട്ടിക്കോ, അവൻ നീ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിന് ഭയങ്കര സന്തോഷമാവും. എന്നാലും അവൾ പറയും വേണ്ട ഞാൻ നിൻ്റെ കൂടെ ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിച്ചോളാം എന്ന്. അങ്ങനെ ഇവർ മൂന്നുപേരും ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വരും. അവിടെ ഇങ്ങനെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമ്മളുടെ ജീവൻ ഒരു കാര്യം ഓർമ്മ വരും. അതായത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സുമിനുണ്ടല്ലോ അവളാണെങ്കിൽ നമ്മളുടെ ജീവൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ ദേഹത്തായിട്ട് നല്ലതുപോലെ കറി എടുത്തൊഴിച്ചായിരുന്നു. ആക്സിഡൻ്റലി സംഭവിച്ചതുപോലെയാണ് അത് നടക്കുന്നത്. എന്നാലും നമ്മളുടെ ജീവന് നന്നായിട്ട് അറിയാം അതവൾ മനഃപൂർവ്വം ചെയ്തയാ എന്ന്. ഇപ്പോഴും അതേ കണക്കത്തൊരു സിറ്റുവേഷനാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവൻ ഉണ്ടല്ലോ മനഃപൂർവ്വം ഈ സുമിനാണെങ്കിൽ ഇവളെ തട്ടാനായിട്ട് വരുന്നതും അങ്ങ് മാറിക്കൊടുക്കും. എന്നിട്ട് ഇവളുടെ കാല് വെച്ചിട്ട് സുമിനെ അങ്ങ് തട്ടിത്തെറിപ്പിക്കും. ഇവള് നേരെ വന്ന് വീഴുന്ന വേറെ ആരുടെയും ദേഹത്തല്ല, കറക്റ്റ് നമ്മളുടെ മിന്നിൻ്റെ ദേഹത്താണ്. അവൻ്റെ ദേഹത്തായിട്ട് നമ്മുടെ സുമിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കറിയും വന്ന് വീഴും. ഇത് കാണുന്നേ നമ്മളുടെ ജീവന് ഭയങ്കര സന്തോഷമാവും. സത്യം പറഞ്ഞാൽ നമ്മളുടെ സുമിനും വിചാരിക്കത്തില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അവൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ എന്തായിരുന്നാലും സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് ഫീലാവും. അപ്പോൾ അവളാണെങ്കിൽ വേഗം തന്നെ മിന്നിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. എന്നിട്ട് പറയും എന്നോട് ക്ഷമിക്കണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവനാണെങ്കിൽ അവിടോട്ട് വന്നിട്ട് പറയും അയ്യോ മീൻ നിൻ്റെ ദേഹത്ത് മൊത്തം കറിയായല്ലോ, ഇതെന്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഷർട്ടായിരുന്നു, ഇത് നിൻ്റെ ഫേവറേറ്റ് അല്ലേ, ഇനി നീ ഇത് കഴുകാൻ കൊടുത്താൽ പോലും അത് നേരെയായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ മിന്നിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവനാണെങ്കിൽ വാഷ്റൂമിലായിട്ട് വരും. അവളാണെങ്കിൽ നമ്മുടെ മിന്നിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മാറുന്നത്. എന്നവൾ ടിഷ്യൂ എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല. അവൾ അവിടെ വാഷ്റൂമിൽ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും അവളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ അവൾ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും വാഷ്റൂമിൻ്റെ അകത്തുനിന്ന് ഒരു പെങ്കൊച്ചു കിടന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കും. അങ്ങനെ നമ്മുടെ ജീവനാണെങ്കിൽ അവൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം ചെയ്തു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ പെങ്കൊച്ചിൻ്റെ പേരെന്ന് വെച്ചാൽ യൂന എന്നാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ നമ്മളുടെ ഈ ജീവൻ്റെ അടുത്ത് പറയും ഞാനാണെങ്കിൽ എത്ര പേർക്ക് ഹെൽപ്പ് ചോദിച്ചെന്നറിയാവോ, എന്നാരും എന്നെ സഹായിക്കാൻ റെഡി ആയില്ല,
കഴിയില്ല. നിങ്ങൾ വരുന്നതിന് മുന്നേ ആയിട്ടും വേറൊരു പെങ്കൊച്ചു ഇവിടെ വന്നായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. അവളെന്നെ മൈൻഡ് പോലും ആക്കാണ്ട് ഇവിടെ നിന്നും പോയി. നിങ്ങൾ ഇത്രയും കൈൻഡ് ഹേർട്ടഡ് ആണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്തായിരുന്നാലും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവൻ ഒരു കാര്യം ഓർമ്മ വരും. അതായത് ഇവളിപ്പോൾ ഇതേപോലെ തന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അവളെ കളിയാക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കിപ്പോൾ പീരീഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ചീത്തയായിട്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവനാണെങ്കിൽ അവളുടെ കോട്ട് എടുത്തിട്ട് നമ്മളുടെ ഈ യൂനയിലെ അവൾക്കായിട്ട് അത് കവർ ചെയ്ത് കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂന ഭയങ്കര ഇമ്പ്രസ് ആവും. അവൾ പറയും നിങ്ങൾ എന്ത് സൂപ്പറാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവനാണെങ്കിൽ ആ യൂനേനെയും കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ സുമിൻ്റെയും അതേപോലെ തന്നെ മിന്നിൻ്റെയും കൂടെ. ഈ സുമിനാണെങ്കിൽ ഇത് കാണുന്നേ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവിടെ നമ്മുടെ മിന്നാണെങ്കിൽ അവൻ്റെ ഷർട്ടൊക്കെ ഇപ്പം നല്ലതുപോലെ കഴുകിയിട്ടിരിക്കുമായിരുന്നു. എന്നാലും അവൻ്റെ ഷർട്ടിൽ കറയൊന്നും മാറിയിട്ടില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ജെയിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിരിക്കുക. അവിടെയായിട്ട് യൂൻഹു എന്ന് പറയുന്ന ഒരു ഷെഫുണ്ട്. അവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ജെയ് ചോദിക്കും നീ ഇന്ന കോളേജിലല്ലേ പഠിച്ചതെന്ന്. അതായത് ഇവൻ ചോദിക്കുന്ന കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവോണും പഠിച്ച കോളേജാണ്. അതായത് ഇവൻ എന്ന് പറയുന്നത് വേറെ ആര് വരെ നമ്മുടെ ജീവോണിൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മളുടെ ജെയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇവിടെ എന്തിനാണ് ഈ ജെയ് ആണെങ്കിൽ ജീവോണിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അതെല്ലാം ഇനി വരുന്ന എപ്പിസോഡിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജീവോണും അതേപോലെ തന്നെ സുമിനും എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയല്ലേ. അവിടെയാണെങ്കിൽ യൂന എന്ന് പറയുന്ന പെങ്കുച്ച് നല്ലതുപോലെ ഫുഡ് കഴിക്കും. ഇത് കാണുന്നത് സുമിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ ഈ യൂനനെ നല്ലതുപോലെ അങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങും. ഇത് കാണുന്ന നമ്മുടെ ജീവോണാണെങ്കിൽ അതൊന്നും സഹിച്ചിരിക്കത്തില്ല. അവളാണെങ്കിൽ യൂനനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ യൂന പറയും ഞാനാണെങ്കിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാം, ജീവോണും എടുത്തിട്ട് വരാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ പറയും എനിക്കും കൂടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂന പറയും അത് ഞാനെന്തിനാ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നേ, നിനക്ക് കൈയും കാലും ഇല്ലേ, നീ തന്നെ പോയി എടുത്തോ, നിന്റെ ജോലി നീ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് യൂന അവിടെ നിന്ന് റൂഡായിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോവും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിനങ്ങ് ഭയങ്കര ഒരുമാതിരിയാവും. അവളാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ ജീവോൻ്റെ അടുത്ത് പറയും നോക്കിയാൽ അവൾ എന്ത് റൂഡായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചേന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവോണാണെങ്കിൽ യൂന എടുത്ത് കണ്ട് സംസാരിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും നീ എന്താ അവിടെ അങ്ങനെ ബിഹേവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ യൂന പറയും എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വാഷ്റൂമിൽ നിന്നപ്പോൾ ഞാൻ വേറൊരു പെങ്കുവിൻ്റെ അടുത്തും ഹെൽപ്പ് ചോദിച്ചായിരുന്നു എന്ന്. അത് വേറെ ആരുമല്ല ഈ സുമിൻ തന്നെയാണ്. അവളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ട് അവളാണെങ്കിൽ എന്നെ സഹായിച്ചതേ ഇല്ല. അവൾ എന്ത് സെൽഫിഷാണ്, അവൾ അവളുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സുമിനും അതേപോലെ തന്നെ മിന്നും കൂടി നിന്ന് സംസാരിക്കുന്നതാണ്. അവിടെ സുമിനാണെങ്കിൽ അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അവൾ പറയും എന്നാലും എന്താ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നതും അവരുടെ പുറകിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരോടും വന്നിട്ട് നമ്മളുടെ ഈ മിന്നിനെയും അതേപോലെ തന്നെ സുമിനെയും കൂടി തള്ളി അങ്ങ് ആ ലിഫ്റ്റിൻ്റെ അകത്തങ്ങ് കയറ്റും. സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞെരുങ്ങി നിൽക്കുമായിരുന്നു. നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുവാണ്. അവർ രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും. അതായത് നമ്മളുടെ ജീവൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജീവനാണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന അവിടെയായിട്ട് മാനേജറും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ മാനേജറാണെങ്കിൽ നമ്മുടെ സുമിനെയാണല്ലോ ഭയങ്കര ഇഷ്ടം. അയാളാണെങ്കിൽ സുമിൻ പറയുന്ന കാര്യം മാത്രമേ നല്ലതായിട്ട് ചെയ്യത്തുള്ളൂ. അവിടെയായിട്ട് നമ്മുടെ യൂനയുണ്ടല്ലോ അവളാണെങ്കിൽ ഓരോ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും പ്രിൻ്റ് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കും. പെട്ടെന്ന് തന്നെ ഈ മാനേജറാണെങ്കിൽ നമ്മുടെ യൂനനെ നല്ലതുപോലെ വഴക്കുറയും. എന്നിട്ട് ചോദിക്കും നിനക്കാണെങ്കിൽ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല, നീ ആ സുമിനെ നോക്ക്, നിനക്ക് അവളെ കണ്ട് പഠിച്ചുകൂടെ എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഒന്ന് ഷോക്കാകും. പെട്ടെന്ന് തന്നെ ഈ മാനേജറാണെങ്കിൽ ആ ഓഫീസിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. ഇത് കാണുന്നേ നമ്മളുടെ ജീവന് മനസ്സിലാവും. അതായത് ഇങ്ങനെ എത്രത്തോളം കാലം ഇവിടെ മാനേജറായിട്ടിരിക്കുന്നു ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന്. അതേപോലെ തന്നെ നമ്മുടെ സുമിനാണെങ്കിൽ ഈ മാനേജറിൻ്റെ പുറവെ അങ്ങ് ഇറങ്ങിപ്പോവും. അതായത് ഇവക്ക് ഇവളുടെ പൊസിഷനെ പറ്റി സംസാരിക്കണോ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജീവോണ്ടിരുന്ന് ആലോചിക്കുന്നതാണ്. അവൾ വിചാരിക്കും എന്തായിരുന്നാലും ഞാൻ എൻ്റെ പ്രോജക്റ്റ് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ നമ്മുടെ ആ മിസ് യാങ് ഇല്ലേ അവരുടെ അടുത്തായിട്ട് വന്നിട്ട് അവരുടെ കയ്യിൽ നമ്മുടെ ഈ ജീവോണിൻ്റെ പ്രോജക്റ്റ് ഉണ്ടല്ലോ, മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റ്, അതെടുത്ത് കൊടുക്കും. എന്നിട്ട് അവൾ പറയും നിങ്ങളിതൊന്ന് റിവ്യൂ ചെയ്യണം, എന്നിട്ട് പറയണം ഇതെങ്ങനെയുണ്ട് എന്ന്. ഞാൻ എന്തായിരുന്നാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗാ എന്ന് പറയും. സത്യം പറഞ്ഞാൽ മിസ് യാങ്ങിനെ ഇങ്ങനെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അവരതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ മിസ് യാങ് ആണെങ്കിൽ ഈ പ്രോജക്റ്റായിട്ട് നടന്നു പോകുന്നേ അവിടെയായിട്ട് നമ്മുടെ സുമിൻ നിൽക്കുമായിരുന്നു.
അവളും ആ പ്രോജക്റ്റിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും. അവൾക്ക് മനസ്സിലാവത്തില്ല ഇതിൻ്റെ അകത്ത് എന്താണ് എന്ന്. പെട്ടെന്ന് തന്നെ അവൾ അത് ശ്രദ്ധിക്കും. അതായത് മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ് യാങ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിലായിട്ട് നിന്നിട്ട് ഈ പ്രോജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. അവർക്കിത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവൻ അവിടെ വരുന്നതും ഈ മിസ് യാങ് പറയും, എനിക്കറിയാം ഇത് നല്ല പ്രോജക്റ്റാണ്, എനിക്കിത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ജീവൻ, ഇതാണെങ്കിൽ നീ എല്ലാവരെയും കാണിക്കണമെന്ന് പറയും. പെട്ടെന്ന് തന്നെ ജീവൻ പറയും, എനിക്കറിയാം എന്തൊക്കെയായിരുന്നാലും ഞാൻ ഈ പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചാൽ ആരും എൻ്റെ വാക്കിന് വില തരാൻ പോകുന്നില്ല. ആ മാനേജർ പ്രത്യേകിച്ച് എൻ്റെ ഈ പ്രോജക്റ്റ് നോക്കിയിട്ട് കൂടിയില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് രണ്ടുപേർ കൂടി ചേർന്നിട്ട് ഈ പ്രോജക്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ മിസ് യാങ് പറയും, അതെങ്ങനെ സാധിക്കാനാ, നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രം ഇതൊന്നും നടക്കത്തില്ല, എനിക്കതിനുള്ള പവർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവൻ പറയും, അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും വിചാരിച്ച പല കാര്യങ്ങളും നടക്കും. ആ മാനേജർ പൊസിഷനിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. ഇത് കേൾക്കുന്ന മിസ് യാങ് പറയും, എന്നാലും നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ ഹയർ അതോറിറ്റി ഒന്നും ഇത് പെട്ടെന്നൊന്നും സമ്മതിച്ചു തരത്തില്ല. അപ്പോൾ നമ്മളുടെ ജീവൻ പറയും, ഞാനത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. അതായത് ഈ മാനേജർ അയാളുടെ വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന്, നിങ്ങൾ നല്ല ഹാർഡ് വർക്കിങ്, നിങ്ങൾ ആ പൊസിഷന് അർഹയാണ് എന്നൊക്കെ നമ്മുടെ ജീവൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജീവൻ ആണെങ്കിൽ ഓഫീസിൽ കൂടി നടന്നു പോകാൻ നേരത്ത് അവളുടെ ഓപ്പോസിറ്റായിട്ട് നമ്മളുടെ ജയ വരുന്നതാണ്. ഇവളാണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവൻ ആണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ജയിനെ വിളിച്ചിട്ട് പറയും, സർ ഞാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു വീക്കെൻഡില്ലേ അതിന് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഞാനൊരു സ്ഥലത്ത് പോകുന്നതെന്ന് പറഞ്ഞല്ലോ, അതിന് ഞാൻ പോകുന്നില്ല എന്നാ പ്ലാൻ ചെയ്തിരിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ പറയും, അങ്ങനെയൊന്നും വേണ്ട, നീ എന്തായിരുന്നാലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വെച്ചതല്ലേ, അവിടേക്ക് തന്നെ പൊക്കോന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ജീവോണില്ലേ, അവളാണെങ്കിൽ ആ മാനേജറിൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ പ്രോജക്റ്റ് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആദ്യമേ കാണിച്ച പ്രോജക്റ്റിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ കവറില്ലേ അതിൻ്റെ കളർ ചേഞ്ച് ആക്കിയ അവളിപ്പോൾ ഓറഞ്ച് ആക്കിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ മാനേജർ പറയും, നേരത്തെ നീ കാണിച്ചിരുന്ന പ്രോജക്റ്റ് തന്നെ ആയിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പോൾ നമ്മുടെ ജീവൻ അവിടെ പറയും, അയ്യോ എന്നോട് ക്ഷമിക്കണം സർ, ഞാനാണെങ്കിൽ ഇന്നലെ കാണിച്ച പ്രോജക്റ്റ് ഇല്ലേ അത് തന്നെയാണ് വീണ്ടും എടുത്തിട്ട് വന്നത് എന്ന്. ഇത് കേൾക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും. അവർ പറയും, ഇങ്ങേർക്ക് കൊടുത്തിരിക്കുന്ന ചെറിയൊരു ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ മിസ് യാങ്ങും ഭയങ്കര ഒരു ഷോക്കായി പോയായിരുന്നു. അവർ പറഞ്ഞായിരുന്നു, അതായത് നമ്മളുടെ ഈ മാനേജറാണെങ്കിൽ ആ പോസ്റ്റിന് അർഹനല്ല എന്ന് നീ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരാണെങ്കിൽ നമ്മളുടെ ജീവോണിനെ ഈ ഒരു പ്രോജക്റ്റിന് വലിയ സഹായിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജീവോണും യൂനയും അതേപോലെ തന്നെ മിസ് യാങ്ങും കൂടി ഭയങ്കര സന്തോഷിച്ച് ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ്. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ അവിടുത്തെ സീറ്റിലിരുന്നിട്ട് നമ്മുടെ സുമിനും കാണുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇത് കാണുന്നതിന് ഭയങ്കര ജലസാവും. അവൾ വിചാരിക്കും, എന്നാലും എന്നെ കൂട്ടാതെ ഇവരൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടല്ലോ എന്ന്. അതേപോലെ തന്നെ നമ്മുടെ സുമിനാണെങ്കിൽ വേഗം വന്നിട്ട് നമ്മളുടെ ജീവൻ്റെ ടേബിളിൽ ഇരുന്നിട്ട് അവളുടെ ആ പ്രോജക്റ്റ് ഉണ്ടല്ലോ അതെടുത്ത് വെച്ച് വായിക്കാൻ നോക്കും. അത് വായിക്കുന്നേ അവൾക്ക് മനസ്സിലാവും ഇത് നല്ലൊരു പ്രോജക്റ്റാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ സുമിനാണെങ്കിൽ നേരെ വന്ന് നമ്മളുടെ മാനേജറിനെ പുറത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. അവൾ എന്നിട്ട് നമ്മുടെ ജീവൻ്റെ പ്രോജക്റ്റിനെ പറ്റി പറയും. എന്നിട്ടാണെങ്കിൽ ആ മാനേജറിനോട് സജസ്റ്റ് ചെയ്യും, അതായത് നിങ്ങളത് അപ്രൂവ് ചെയ്ത് കൊടുക്കണം, അത് നല്ലൊരു പ്രോജക്റ്റാണ് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സുമിൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് തന്നെ ജീവോണിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് അവൾക്കങ്ങ് വാങ്ങിയിട്ട് അവൾക്ക് പ്രൊമോഷൻ വാങ്ങിക്കണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജീവോണിനെ, അവളാണെങ്കിൽ ഇപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മീൽ കിറ്റില്ലേ അതിൻ്റെ പേരിൽ തന്നെ അവൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവൾ അവളുടെ ടേബിളിലായിട്ട് വന്നിരിക്കുന്നതും അവിടെയായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കുമ്പോൾ എന്തോ നമ്മുടെ സുമിൻ അവൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഗിഫ്റ്റാണ്. അതിനകത്തൊരു നോട്ട് എഴുതിയിട്ടുണ്ട്, നീ എൻ്റെ അതർ ഹാഫ് അല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, നീ നാളെ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഇത് ഇട്ടിട്ടേ വരാവുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ അതൊരു ഇയറിംഗ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവനാണെങ്കിൽ പണ്ട് നടന്ന കാര്യം ആലോചിക്കും. അതായത് ഇതേപോലെ തന്നെ അവള് നമ്മുടെ ജീവൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. നമ്മളുടെ ജീവനാണെങ്കിൽ ഗിഫ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ സുമിൻ പറഞ്ഞ ആ സ്ഥലത്തായിട്ട് വരും. അവിടെ വരുന്നത് അവൾക്ക് മനസ്സിലാവും, അതായത് ഇതൊരു ഗെറ്റ് ടുഗദർ പാർട്ടി ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവനെ ഒരുപാട് പേര് ബുള്ളി ചെയ്യുമായിരുന്നു. അവളുമാരെല്ലാവരും വന്നിട്ട് അവളെ വീണ്ടും ബുള്ളി ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളുടെ ജീവൻ പേടിച്ചു പോയിട്ട് ബാത്റൂമിലായിട്ട് വന്നിരിക്കും. അവിടെയുള്ള കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മുടെ ജീവനെ പറ്റി സംസാരിക്കും. എന്നിട്ട് പറയും, അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവളിപ്പോൾ ഇവിടേക്ക് വന്നത്, അവൾക്ക് പണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് അവൾ ഇപ്പോഴും. നോക്കിയാണെങ്കിൽ അവൾ ഇപ്പോഴും സുമിനെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയേക്കുന്നത്. അവൾ സുമിനെ പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് കമ്മൽ ഇട്ടുകൊണ്ടല്ലേ വന്നേക്കുന്നത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജീവന് ഭയങ്കര സങ്കടമാവും. അപ്പോൾ നമ്മളുടെ ജീവൻ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലിരുന്ന് ആലോചിക്കും, നീ എന്നെ വീണ്ടും നാണം കെടുത്താൻ വേണ്ടിയിട്ടാണല്ലേ ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് തന്നേക്കുന്നത്, ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവൾ പുറത്തോട്ട് ഇറങ്ങും. അവളങ്ങനെ കയ്യിലായിട്ട് ഈ ബോക്സും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോഴാണെങ്കിൽ നമ്മളുടെ ജയ അതിലേ വരും. അവനാണെങ്കിൽ ഇവളെ കാണുന്നതും ചോദിക്കും, നീ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവുകയാണോ
എന്ന്. അപ്പോൾ നമ്മളുടെ ജീവൻ പറയും അതെ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജയാണെങ്കിൽ അവളുടെ കയ്യിലെ ബോക്സ് കണ്ടിട്ട് പറയും അതെ, ആ ബോക്സിനകത്തുള്ള കമ്മൽ നീ ഇടരുത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലുള്ള ആൾക്കാർ ഇങ്ങനത്തെ കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ വെറും തരം താഴ്ന്ന രീതിയിൽ മാത്രമേ കാണത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവനാണെങ്കിൽ പണ്ട് നടന്ന സംഭവം ആലോചിക്കും. അതായത് ഇതേ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ജയാണെങ്കിൽ ഇവളുടെ അടുത്ത് ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ കാതിൽ കമ്മൽ കിടന്നപ്പോൾ പറഞ്ഞായിരുന്നു നിന്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഡ്യൂപ്ലിക്കേറ്റായെന്ന്. എന്നാൽ നമ്മുടെ ജീവൻ അത് കാര്യമായിട്ട് എടുത്തില്ല. അവളന്ന് വിചാരിച്ചത് നമ്മളുടെ ജയാണെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളായെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുമിൻ അവൾക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്ത കമ്മലല്ലേ ഇപ്പോൾ കൊള്ളത്തില്ല എന്ന് അവൻ പറഞ്ഞേക്കുന്നേ. ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ ജീവന് ഇത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാവും. അവൾക്ക് മനസ്സിലാവും അതായത് ജയ അന്ന് പറഞ്ഞതും കെയറിങ് കൊണ്ടായെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവനാണെങ്കിൽ അവൻ്റെ അടുത്ത് താങ്ക് യു പറയും. എന്തായിരുന്നാലും നിങ്ങൾ ഈ സത്യം എന്നോട് പറഞ്ഞത് കാര്യമായി എന്നും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ ജീവൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയില്ലേ, നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? അപ്പോൾ നമ്മുടെ ജീവൻ പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തനിച്ച് പൊക്കോളാം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നിനെയും അതേപോലെ തന്നെ സുമിനെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് രണ്ടുപേർത്തും മെസ്സേജ് അയച്ചിട്ട് പറയും നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലോട്ട് വാ എന്ന്. ഇത് കേൾക്കുന്നേ മിന്നിന് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ ജീവണിൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ജീവനാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരുന്നതും അവൾ വിചാരിക്കും അവളുടെ ബോയ് ഫ്രണ്ടും അതേപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടും ഇനി അവളുടെ റൂമിൽ എത്തത്തതേ ഉള്ളൂ എന്ന്. എന്നാൽ ഓൾറെഡി നമ്മുടെ മിന്ന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിൻ അവൾക്ക് മെസ്സേജ് ഇട്ട് പറയും നീ ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കത്തെയും മിണ്ടത്തെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പിണക്കവാ, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മെസ്സേജ് അയച്ചിട്ട് അങ്ങ് വെച്ചേക്കും. ഇത് കാണുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പ്ലാൻ ഇപ്പോൾ ഫ്ലോപ്പ് ആവത്തില്ലേ. പെട്ടെന്ന് തന്നെ മിന്ന അവിടേക്ക് ചാടി വീണിട്ട് നമ്മളുടെ ജീവനെ കെട്ടിപ്പിടിക്കാനൊരുങ്ങും. എന്നിട്ട് പറയും നമുക്ക് രണ്ടുപേർക്കും ഇന്ന് നല്ലൊരു നൈറ്റ് സ്പെൻഡ് ചെയ്താലോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജീവൻ അങ്ങ് ഷോക്കായി പോവും. അവളാണെങ്കിൽ തടയാൻ വേണ്ടി നോക്കും, എന്നാൽ ഒന്നും നടക്കത്തില്ല. നമ്മളുടെ ജീവനാണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.